ഹലോ വെൽക്കം ബാക്ക് ആൻഡ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് ടോപ്പോയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ടൈം രാവിലെ ഒരു 7:10 ഒക്കെ ആയിട്ടുണ്ട്. ഞങ്ങളൊരു 6:30 ഇറങ്ങാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലല്ലോ, കിക്കി ഉള്ളതുകൊണ്ട് അവളൊക്കെ റെഡിയാക്കി ഞങ്ങൾ സാധനങ്ങളൊക്കെ കാറിലൊക്കെ എടുത്ത് വെച്ചു. കുറേ ഓൾറെഡി ഇന്നലെ രാത്രി എടുത്ത് വെച്ചതായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ലേറ്റായിപ്പോയി. ഇനി അടുത്ത് ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഫേയിലേക്ക് വന്നതാണ്. ഇപ്പോൾ ഇവിടെ 7:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. ശരിക്കും ഇത്ര രാവിലെ ഞങ്ങൾ ഫുഡ് കഴിക്കാറില്ല. പക്ഷേ രാവിലെ എണീച്ചപ്പോൾ ഇന്ന് എന്താണെന്ന് അറിയില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പായിരുന്നു. വാട്ട് ഇസ് ദാറ്റ്? ഇത് ഷുഗർ ഷുഗർ ചാച്ചി അല്ല, അത് ഷുഗറാ ഷുഗർ. കിക്കി ബേബിക്ക് വയ്യേ, ഇങ്ങോട്ട് നോക്ക്. കൈ എടുത്ത് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് എന്താ അടുത്ത സ്റ്റേജ് ആകുമ്പോ. ടേസ്റ്റുള്ള സാധനം ഉണ്ടായിരുന്നു എനിക്ക്. ആ പാല് രാവിലെ എനിക്കൊരു നോക്കാതെ തുടങ്ങി. കിക്കിനെ ഞങ്ങൾ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ തന്നെ ഈ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ടാണ് കിടത്തിയത്. അത്യാവശ്യം നല്ല വാമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം ട്രാവൽ ടൈമിലൊക്കെ അത്യാവശ്യം തണുപ്പ് വരുമെന്ന് വെച്ചിട്ട്. പിന്നെ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് ഡയപ്പർ മാത്രം മാറ്റി കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിയിട്ട് നല്ല ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇറങ്ങാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. കുറേ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഫുഡ്. ഇതിന് മുന്നേ ഞങ്ങൾ ഓർഡറൊക്കെ ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ സഗൂനാണെങ്കിൽ ശരി, എനിക്കാണെങ്കിൽ ശരി, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലായിരുന്നു. നമ്മൾ മിക്കവാറും ട്രാവൽ ചെയ്യുന്ന സമയത്ത് മഴ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും മഴ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും രസമുള്ള പാട്ടായിരിക്കും വെച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇന്ന് എന്താണെന്നറിയില്ല, അത്യാവശ്യം നല്ല ക്ലൗഡി ആയിരുന്നു, അത്യാവശ്യം നല്ല മഴക്കാറൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ കുറച്ച് ടെൻഷനിലായിരുന്നു. കാരണം ഞങ്ങൾക്ക് നേരെ പോകാനുള്ളത് ഒരു വാക്കിനാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് മഴ പെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കീക്കുണ്ട്, അത് കൂടാണ്ട് ഞങ്ങളെ കൂടെ വരുന്നത് വേറൊരു ഫാമിലി വരുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടെ ഒരു കുട്ടിയുണ്ട്. അപ്പം നടക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നോക്കാം എന്തായാലും എന്താവും എന്നുള്ളത് അറിയില്ല. ഇവിടെ ഞങ്ങൾ എപ്പോഴും ലോങ് പോകുമ്പം കാണുന്ന ഒരു ഇതാണ് കേട്ടോ, ഇങ്ങനെ കുറേ പശുക്കൾ. ഇവിടെ കുറേ ഫാമുകളുണ്ട്, അതുകൊണ്ട് കുറേ പശുക്കളെ കാണാം. നല്ല രസമാണ് കാണാൻ. നമ്മളിപ്പോൾ കരംഗഹക്കെ വാക്കിനാണ് വന്നിരിക്കുന്നത്. കരംഗഹക്കെ എന്ന് പറഞ്ഞാൽ പറയുന്നത് കറക്റ്റാണെന്നാണ് തോന്നുന്നത്. അപ്പം ഇവിടെ ജസ്റ്റ് ഒരു വാക്ക് ഉണ്ട്, ഒരു 1.5 മണിക്കൂറുള്ള വാക്കാണ്. പക്ഷേ അത്യാവശ്യം ഇവിടെ നല്ല ക്ലൗഡിയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ അത്യാവശ്യം ക്ലൗഡിയാണ്. അതുകൊണ്ട് നമുക്ക് 1.5 മണിക്കൂർ നടക്കാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലി ആയിട്ടാണ് ട്രിപ്പിന് വന്നിട്ടുള്ളത്. ഞാനും സഗു കീക്കിയും പിന്നെ സഗുവിൻ്റെ ഫ്രണ്ട് പ്രവീണ്, വൈഫ് മാളു, പിന്നെ അവരുടെ കുട്ടി മിയ. നമ്മളെല്ലാവരും കൂടിയാണ് വന്നിട്ടുള്ളത് ട്രിപ്പിന്. ഇതാട്ടോ സ്ഥലത്തിൻ്റെ പേര്, കരാംഗഹക്കെ. ഇതാണ് സ്ഥലം. അപ്പോൾ ഞാനിപ്പം കാറിൽ നിന്ന് ഇറങ്ങിയത് ഈ ഒരു അടിപൊളി സ്പോട്ട് കണ്ടിട്ട്. നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു എന്താ പറയുക, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ ഭംഗി കിട്ടുന്നില്ല എന്നുള്ളത്. എനിക്ക് ഈ ഇങ്ങനെ മഞ്ഞായിട്ട് മേലെ കാണുമ്പോൾ എനിക്ക് മറ്റേ പുതുവെള്ളൈ മഴ ആ പാട്ടാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരാം. അത്രമാത്രം ഒന്നും മഞ്ഞില്ല, ഫോഗില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ മേലെ കാണുമ്പോൾ എനിക്ക് അത് ഓർമ്മ വരാം. ഇത് ഇളകുന്നുണ്ട്. ഈ പോകുന്ന കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട്സ്. അപ്പം മോൾക്ക് കുറച്ച് നടക്കാൻ മടിയുള്ളത് കൊണ്ട് അവർ പിടിച്ച് നടത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അപ്പം ഇത് നമ്മൾ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഞാനുള്ളിൽ കൂടെ കിക്കിക്ക് ഫുഡ് കൊടുക്കുകയായിരുന്നു. കിക്കി ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. രാവിലെ നമ്മൾ കഫേയിൽ നിന്നും ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ അവൾക്കൊരു മഫിൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, വാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ. ആ വാക്ക് ചെയ്ത് ഇങ്ങനൊരു ടണൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ടണലിലൂടെയും നമ്മൾ കുറേ നടക്കണമായിരുന്നു.
ഇത് ഈ ടണലിൽ കയറുന്നതിന് മുന്നേയിട്ട് എല്ലാവരും പുറത്തു നോക്കി നിൽക്കുന്നുണ്ട്. അത് എന്ത് കണ്ടിട്ടാണ് നോക്കി നിൽക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ഞാൻ ആ ടൈമിൽ വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടുന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അവർ വന്നു കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം. ആ പക്ഷെ ദൂരത്ത് നോക്കുമ്പോൾ ഇത്ര വെളിച്ചില്ലായിരുന്നല്ലോ. കയറി തുടങ്ങിയപ്പം നല്ല വെളിച്ചം. ആ വെളിച്ചൊക്കെ തുടക്കം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഉള്ളോട്ടേക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ ഫുൾ ഇരുടായിരുന്നു. പിന്നെ ആ ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ പേര് ഇതിലൂടെ പോകുന്നുണ്ടായിരുന്നു. വാക്കിംഗ് മാത്രമല്ല, കുറേ പേര് സൈക്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫാമിലി ആയിട്ട് അച്ഛൻ, അമ്മ, 2 കുട്ടി മക്കൾ അവരെല്ലാവരും സൈക്കിൾ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. ട്രിപ്പല്ല, അങ്ങനെ നമ്മൾ നടത്തം കഴിഞ്ഞു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നടത്തമായിരുന്നു. കിക്കിയിൽ സഗു ഹാങ്കർ ബാഗിലിട്ടതുകൊണ്ട് എനിക്ക് സുഖമായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അടുത്ത നമ്മളിനി ടോപ്പോയിലേക്കാണ് പോകുന്നത്. ടോപ്പോയിൽ പോയിട്ട് ജസ്റ്റ് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. സിറ്റി കറങ്ങാൻ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ടോപ്പോയിൽ എന്താ ചെയ്യുന്നത് നോക്കാം. അങ്ങനെ അതാ ഫൈനലി നമ്മൾ ടോപ്പ് എത്തിയിട്ടുണ്ട്. അത് പറഞ്ഞത് ഞാൻ ഓടി പോയിട്ട് ജാക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടോ. ഭയങ്കര ഒരു കാറ്റൊക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ നമ്മൾക്ക് എല്ലാ ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കിക്സി ബിസ്ക്കറ്റ് കഴിക്കാണോ? കഴിക്കുന്നില്ലേ ബിസ്ക്കറ്റ്? കീക്കിക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് കിട്ടിയാൽ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവൾ അവിടുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് അവളുടെ എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് പെറുക്കുക, ഇത് പെറുക്കുക, അങ്ങനെ ഭയങ്കര ഒരു ഹാപ്പി മൂഡിലായിരുന്നു അവൾ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ കളിക്കുന്ന? എന്താ പെയിനോ? ഈ വെള്ളം കീക്കി ഡേർട്ടി വെള്ളമായിരിക്കും. ഇങ്ങോട്ട് വാ. അച്ഛൻ പോയി. കീക്കി വീട് അച്ഛൻ പോയി. ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് കൂടെ പോ. അച്ഛൻ്റെ കൂടെ പോയിക്കോ. അടുത്ത ഞങ്ങളുടെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നത്. ഫസ്റ്റ് ടോപ്പിലെത്തിയ ഉടനെ തന്നെ ലഞ്ച് കഴിക്കായിരുന്നു. കാരണം ഞങ്ങൾ കൂടെയുള്ള പ്രവീണും മാളും ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ നേരത്തേക്ക്. അപ്പോൾ മക്കളെയും കൂട്ടി ലഞ്ച് കഴിക്കാൻ തുടങ്ങുന്നത് ചെറിയൊരു ടാസ്ക് അല്ലായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുട്ടികളെയും കൂട്ടിയിട്ട് ഒന്ന് ടോപ്പിൽ കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് ടൈം കഴിഞ്ഞു. 4 മണിയായിപ്പോയി. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് എത്തണമായിരുന്നു. കാരണം പെട്ടെന്ന് ഇരുടാവാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പം കുറച്ചൊരു വെളിച്ചമുള്ള സമയത്തൊക്കെ നമുക്ക് അവിടെ എത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് വെളിച്ചത്തിൽ കാണാനുള്ള യോഗം നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇരുട്ടത്താണ് അവിടെ എത്തിയത്. അപ്പം എൻട്രൻസ് തന്നെ ഇങ്ങനെയായിരുന്നു, കുറച്ച് ഉള്ളോട്ടേക്ക് പോലെയായിരുന്നു. അപ്പം എന്താ ഞങ്ങൾ മുന്നേ വന്ന ഒരു സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു. മെല്ലെ ഓടിച്ച് ഞങ്ങൾ സ്ഥലവും ഞങ്ങളുടെ റിസപ്ഷനും എവിടെ ആരോടെ എന്താ ചോദിക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പം ആൾക്കാരൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു ഞങ്ങൾ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെവിടെ ഇപ്പം രാവിലെ ഇന്നലെ രാത്രി ഞങ്ങൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പം ഇങ്ങനെയാണ് ഇവിടെ പുറത്തുള്ളത്. നമുക്കിനി വീട് കാണാം. ഇതാണ് എൻട്രൻസ് വീടിൻ്റെ. ഇത് കുറച്ചൊരു പഴയ വീടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര പുതിയ സംഭവങ്ങളല്ല ഉള്ളത്. പക്ഷേ കുറേ പുതിയ കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നാലും ഇതിൻ്റെ ബിൽഡൊക്കെ കാണുമ്പോൾ കുറച്ചൊരു വിൻറ്റേജ് സ്റ്റൈലിലാണ് ഉള്ളത്. ഇവിടെ ഒരു ലോണ്ട്രിയാണ്. ഇവിടെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സംഭവങ്ങളൊക്കെ സെറ്റായി കൊണ്ട് നിൽക്കുമായിരുന്നു. സാധനങ്ങൾ അത്യാവശ്യം കുറച്ചൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ നമുക്ക് ഓടി എണീച്ച് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോകാൻ പറ്റില്ലല്ലോ. സഗു മുട്ട ഓഫാകട്ടെ. ഇവിടെ അതുപോലെ രാവിലെ എനിക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഇത്. കിച്ചൻ്റെ അവിടുത്തെ ആ ഒരു ഗ്ലാസ്സിലൂടെ പുറത്തുള്ള ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഫോഗും മിസ്റ്റും എല്ലാം കൂടെ വന്നിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഇവരെ ഒന്ന് അടക്കി നിർത്താൻ വേണ്ടിയിട്ട് റേച്ചൽ തന്നെ ഉള്ളൂ. കീക്കി ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാനായിരുന്നു ശ്രമിക്കുന്നുണ്ടായിരുന്നത്. കീക്കി ഭയങ്കര റേച്ചൽ ഫാനാണ്. അത് മാത്രമേ ആ ഷോ മാത്രമേ അവൾ കാണാറുള്ളൂ. അതുകൊണ്ട് ഫുൾ ടൈം അത് തന്നെയാണ്.
നമ്മൾ ഈ ടൈം ശരിക്കും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വീട്ടിൽ ഇന്നും കൂടെ സ്റ്റേ കൂട്ടണോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയിട്ട് വേറെ എവിടെയെങ്കിലും ഒരു സ്റ്റേ എടുക്കണോ എന്നൊക്കെ ഉള്ളത്. അത് കൺഫ്യൂസിങ് സ്റ്റേജ് ആയിരുന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം ഭയങ്കര പ്ലാൻഡ് ആയിരുന്നു. ഫസ്റ്റ് ഡേ കറക്റ്റ് പ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ വന്നത്. സെക്കൻഡ് ഡേ നമുക്ക് വേണമെങ്കിൽ ഒരു ഡേ എക്സ്റ്റെൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാം, അങ്ങനെ ഒരു പ്ലാനിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഭയങ്കര നല്ല ഭംഗിയുള്ള വ്യൂ ആണ് പുറത്തുള്ളത്. ഇതൊക്കെ ഞങ്ങൾ രാത്രി നടന്ന് സ്റ്റാർ ഗേസിങ് ഒക്കെ ചെയ്തായിരുന്നു ഇവിടുന്ന്. കാരണം അത്യാവശ്യം ഭയങ്കര ഒരു കുറേ ഒരു സ്ഥലത്താണ് ഈ ഒരു വീടൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചമൊക്കെ കുറവായതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മിൽക്കി വേ ഗാലക്സി ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പുറത്തൊക്കെ പോയി രാത്രി പുറത്തുനിന്ന് ശ്വാസം ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലത്തെ വെളിച്ചമുള്ള ടൈമിൽ നമുക്കൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളത് 3 ബെഡ്റൂമാണ്. ഞങ്ങൾ 2 ഫാമിലി ഉള്ളെങ്കിലും കൂടെ നമുക്ക് കിട്ടിയത് ഈ 3 ബെഡ്റൂമുള്ള സംഭവമായിരുന്നു. കിട്ടിയതെന്നല്ല, നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ 3 ബെഡ്റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ എല്ലാം അറ്റാച്ച്ഡ് ആണ്, എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. പക്ഷേ ഒരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് മാത്രം അതിൽ നമുക്ക് ബാത്ത് ടബും ഉണ്ട്, അറ്റാച്ച്ഡും ആണ്. അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുമാണ്. ഈ വീടിൻ്റെ ഏറ്റവും കൂടുതൽ ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ ഹോൾ ഏരിയ ആണ്. അവിടെയുള്ള ആ ഒരു മരത്തിൻ്റെ പണിയും അവിടുത്തെ ഒരു ഡെക്കോറും എല്ലാം അത്യാവശ്യം നല്ലൊരു വിൻറ്റേജ് സ്റ്റൈലിലായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ ഭംഗി തോന്നിയത്. അപ്പം ഈ ഒരു ബാത്റൂമാണ്, നമുക്ക് ബാത്ത് ടബ് ഉണ്ട്, പക്ഷേ അറ്റാച്ച്ഡ് ആണ്. 3rd റൂമായിട്ട് അറ്റാച്ച്ഡും ആണ്. പക്ഷേ കോമൺ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ആ രീതിയിലുള്ളത്. അപ്പോൾ നമ്മൾ വെക്കേറ്റ് ചെയ്തു കേട്ടോ. ഒരു 10:30 വരെയൊക്കെ നമ്മൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ചുറ്റി കളിച്ചു. പിന്നെ നമ്മൾ വെക്കേറ്റ് ചെയ്തു. ഇനി നമ്മൾ ടോപ്പോയിലേക്കാണ് പോകുന്നത്. ഇവിടെ ചെയ്യാനുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ ഒരു വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു. സൂര്യൻ ആ ഒരു വെള്ളത്തിൻ്റെ മേലൊക്കെ ഇതാക്കിയിട്ട് വരുന്ന ആ ഒരു ലൈറ്റും എല്ലാം കൂടെ നല്ലൊരു മോർണിംഗ് വ്യൂ ആയിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ സ്റ്റേ കുറച്ച് ഉള്ളോട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ടോപ്പോയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു യാത്ര ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്കിനി നമ്മളുടെ ഓരോരോ ആക്ടിവിറ്റീസ് ആയിട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുത്തെ ശരിക്കും ഓരോ റോഡ് ഓരോ പോലെ കേട്ടോ. ഈ ഒരു റോഡ് എനിക്ക് വേറെ എന്തോ ഒരു ഭംഗി തോന്നുന്നുണ്ട്. ഇങ്ങനത്തെ ഈ ടൈപ്പ് ട്രീസൊക്കെ 2 സൈഡിലും ഉണ്ടായിട്ട് ഉണങ്ങി പോയ ട്രീസ് അതൊക്കെ കാണുമ്പോൾ വേറെ തന്നെ ഒരു ഭംഗിയുണ്ട്. പക്ഷേ ചില ഭാഗത്ത് ന്യൂസിലൻഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലാൻഡ്സ്കേപ്പ് ഭയങ്കര മല ഒക്കെ ഉള്ളൊരു ഇതാണല്ലോ. അപ്പം വലിയ വലിയ മലകളും അതിൻ്റെ മേലെ മൊത്തം ഒന്നെങ്കിൽ ഷീപ്പ് ഉണ്ടാവും, ഇല്ലെങ്കിൽ പശുക്കളുണ്ടാവും. അപ്പം അത് നല്ല രസമാണ്. ഇപ്പോൾ അടുത്ത നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്രീറ്റേഴ്സ് ഓഫ് ദ മൂൺ എന്ന് പറയുന്ന ഒരു ജിയോ തെർമൽ വാക്കാണ്. അപ്പോൾ ജിയോ തെർമൽ വാക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഈ ടോപ്പോ റോട്രുവ എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലങ്ങളൊക്കെ ഉണ്ട് ന്യൂസിലൻഡിലുള്ള. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ജിയോ തെർമൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഭൂമീൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കുറച്ച് ഇങ്ങനത്തെ ഓരോ ജിയോ തെർമൽ ആക്ടിവിറ്റീസിനെ കൊണ്ട് പുകയൊക്കെ വരുന്നത് കാണാം. അതും ഒരു പഞ്ചൻ സ്മെല്ലായിരിക്കും ആ പുകയ്ക്ക്. അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു വാക്ക് ഉണ്ട്. അപ്പോൾ നമ്മളത് ആദ്യം കയറാമെന്ന് വെച്ചു. ഇവിടെ ഒരാൾ വാവ് പറയുന്നുണ്ട്. ഹായ്. You smile. അവിടെ നോക്ക്, സ്മോക്ക് ആണോ അത്? അവളെ മുഖത്ത് വെയിലടിക്കണ്ടോ? സ്മോക്ക് ആണോ ഫ്യൂംസ് ആണോ ഇതിന് പറയാ? ഏരിയ മൊത്തം ഇങ്ങനത്തെ ജിയോ തെർമൽ ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇങ്ങനെ സ്മോക്ക്. ഇവിടെ അൺസ്റ്റേബിൾ ഗ്രൗണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഗ്രീൻ കളറും കൂടെ ഉണ്ട് അല്ലേ, കുറച്ച് പച്ചപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ കുറച്ചും കൂടെ നൈസായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിലേക്കൊന്നും കാണുന്നില്ല.
ഒന്നും കാണുന്നില്ല, എനിക്ക് പുക മാത്രം അറിയത്തുള്ളൂ. ഇല്ല അല്ലേ, നല്ല പുക വരുന്നു അല്ലേ, നല്ല സ്ട്രോങ് നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് ഇവിടുന്ന്. ശരിയാ. ഇതൊരു മല പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ, ഭയങ്കര കുന്ന് പോലെയല്ല, എന്നാലും കുഞ്ഞു ചെറിയൊരു മല പോലത്തെ ഒരു സെറ്റപ്പാണ്. അതിൻ്റെ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഈ ഒരു ആക്ടിവിറ്റീസ് ഉള്ളത്. ചളി തന്നെ. അങ്ങനെ നമ്മുടെ ജിയോതെർമൽ വാക്ക് കഴിഞ്ഞു. ക്രേറ്റേഴ്സ് ഓഫ് ദ മൂൺ ജിയോതെർമൽ വാക്ക്. മുള്ളിലെല്ലാം ഏകദേശം ഒരേപോലെ തന്നെയായിരുന്നു. ജസ്റ്റ് എന്താ പറയുക, സ്മോക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ ഭാഗത്തും. അപ്പം അടുത്ത നമ്മുടെ സ്പോട്ട് നമ്മൾ ഹുക്ക ഫോൾസിലേക്കാണ് വരുന്നത്. കീക്കി ഇത് കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. അവൾക്ക് എന്തോ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നുന്നു. കണ്ടിട്ട് എന്തായാലും നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് ഹൂക്ക ഫോൾസ് ആണ്. ഹൂക്ക ഫോൾസിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ആ ഫോൾ ചെയ്യുന്ന ഭാഗത്ത് നമുക്കിങ്ങനെ ബോട്ടിൽ പോകാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു സ്പീഡ് ജെറ്റ് ബോട്ട് പോലത്തെ സംഭവമില്ലേ, ആ സംഭവത്തിലും പോകാൻ വേണ്ടി പറ്റും. ഇതാ ഞാൻ പറഞ്ഞത് സ്പീഡ് ജെറ്റിൻ്റെ കാര്യം. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് പറയുകയാണെങ്കിൽ സ്പീഡ് പോയിട്ട് ജസ്റ്റ് ആ ഫോൾസിൻ്റെ അതുവരെ കൊണ്ടുപോയിട്ട് അവിടുന്ന് നേരെ ടേൺ ചെയ്തിട്ട് വരും. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ആൾക്കാർക്ക്. ജസ്റ്റ് ആ ഒരു ഫോൾസിൻ്റെ അടിയിൽ വരെ പോകുമ്പം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് പ്രോൺ പാർക്കിലേക്കാണ്. അപ്പോൾ പ്രോൺസിനൊക്കെ വളർത്തുന്ന ഒരു പാർക്കാണത്. ഒരു കുഞ്ഞി സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ കുട്ടികൾക്കും നല്ല രസമായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. Are you ready to go to prawn park? Yes, para. Yeah, yes. Come on. Dog ഇവിടെ ഉണ്ട്. അപ്പം ഇതാണ് പ്രോൺ പാർക്ക്. ഇവിടെ എക്സാക്ട്ലി ശരിക്കും എന്തൊക്കെയാണുള്ളത് നമുക്കറിയില്ല. ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റുമെന്ന് അറിയാം, പ്രോൺസ് ഉണ്ടാവും എന്നുള്ളതും അറിയാം, പിന്നെ എന്തൊക്കെയാണ് കുറച്ച് ആക്ടിവിറ്റീസ് ഉള്ളതും അറിയാം. അപ്പം നമുക്ക് വലിയ ധാരണയില്ല, നമ്മൾ പോയി നോക്കുകയാണ്. പ്രോൺസ് ടു ഗോ അൺകുക്ക്ഡ്, ഹാഫ് കിലോ $40, 1 കിലോ $80. അപ്പം ഇതാണ് ഇവിടുത്തെ അൺകുക്ക്ഡ് പ്രോൺസിൻ്റെ റേറ്റ്. അപ്പോൾ ഇവിടെ പ്രോൺസ് പാർക്കിൽ നമുക്ക് പ്രോൺസിനെ പറ്റിയിട്ട് ഇവർ ഒരു ക്ലാസ് പോലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇവർ വളർത്തുന്ന പ്രോൺസിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്, അതുപോലെ നമുക്ക് ഫീഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ടായിരുന്നു. അവർ ഫുഡ് കൊടുത്തിട്ട് പ്രോൺസ് നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ട് കഴിക്കും, അങ്ങനെയുണ്ട്. പിന്നെ ഫിഷിങ് പോലെ പ്രോൺസിനെ നമുക്ക് ഇങ്ങനെ ചൂണ്ടയിട്ടിട്ട് പിടിക്കാം. അപ്പോൾ അതിനൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല. അതിന് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇങ്ങനെ അവരുടെ ടാങ്കിൽ നിന്ന് ഇങ്ങനെ ഫിഷ് ചെയ്യുന്നുണ്ടായിരുന്നു പ്രോൺസിനെ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എനിക്ക് തോന്നുന്നു അവർക്ക് തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ തോന്നുന്നു, ഇല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാനോ എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് ഇങ്ങനെ ഒരു പാർക്ക് കണ്ടപ്പം ഇവർക്ക് എന്തെങ്കിലും ഒരു ഫൺ ആക്ടിവിറ്റി വേണ്ടതെന്ന് വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ കുറച്ച് നേരം ഇവിടെ നിന്ന് കളിച്ചിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ബോട്ട് കയറിയാലോ? പിന്നെ ഇതും ഒരു രസമുള്ള സംഭവമായിരുന്നു കേട്ടോ. ഇത് ജസ്റ്റ് നമ്മൾ ആ ഒരു ഇതിൽ കൂടെ ശബ്ദം ഉണ്ടാക്കുമ്പം നമ്മുടെ ശബ്ദത്തിനനുസരിച്ച് ഇങ്ങനെ വെള്ളം വരും, അങ്ങനെയായിരുന്നു. അപ്പം ഇതൊരു ഫൺ ആക്ടിവിറ്റി ആയിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. കളർ ചെയ്യിക്കി പ്രോൺസിന് കളർ ചെയ്യും. ഡക്ക, ഓക്കെ, ഡക്കിനെ കളർ ചെയ്യും. ഗുഡ് ജോബ് ജിജി. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ അത്യാവശ്യം ലേറ്റായി ഉണ്ടായിരുന്നു. പിന്നെ ഇത് ക്ലോസ് ചെയ്യാൻ ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് മുന്നേ ഞങ്ങൾ ഈ ഒരു ബോട്ടിൻ്റെ സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പം 10 മിനിറ്റ്സേ ഉള്ളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ ഇത് റൈഡ് ചെയ്യാൻ വേണ്ടി സമ്മതിച്ചു. അപ്പം കുഴപ്പമില്ല, ഒരു എക്സ്പീരിയൻസ് അല്ലേ വെച്ച് ഞങ്ങൾ ആ 10 മിനിറ്റെങ്കിൽ ആ 10 മിനിറ്റ് യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കീക്ക് ആദ്യമൊക്കെ നിന്ന് പിന്നെ അവൾ അവിടെ നിലത്തിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനും അവിടെ നിന്നോട്ടെ എന്ന് ചോദിച്ചു. പിന്നെ ഒന്ന് നമ്മൾ കണ്ണ് തെറ്റി അങ്ങോട്ട് തിരിഞ്ഞ് ഇവളെ നോക്കിയപ്പോഴേക്ക് ഇവൾ ഒറ്റയ്ക്ക് ബാക്ക് കയറിയിരിക്കുകയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് നമുക്ക് ബാക്കോട്ടേക്കൊന്നും നോക്കാൻ തോന്നിയില്ല. കുഴപ്പമില്ല, അവൾ സേഫായിട്ട് തന്നെ ഇരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ തൽക്കാലം ഈ ട്രിപ്പ് ഇവിടെ ഇപ്പം അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും ഇനിയിപ്പം വീക്കെൻഡ് കഴിയാണ്, ഓഫീസിലൊക്കെ പോകണം നെക്സ്റ്റ് ഡേ ആകുമ്പം. അതുകൊണ്ട് തൽക്കാലം വീട്ടിൽ പോയിട്ട് ഒരു ദിവസം റെസ്റ്റൊക്കെ എടുത്തിട്ട് മെല്ലെ നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ 2 ഫാമിലീസും പിരിഞ്ഞു പോയത്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള ജേർണിയിലായിരുന്നു വീണ്ടും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറെ എന്തെങ്കിലും ഒരു വ്ളോഗായിട്ട് കാണുന്നത് വരെ ബൈ.